പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. വാക്യം ഇങ്ങനെയാണ്: ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. എപ്രകാരം കർത്താവിനെ സേവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ നിന്ന് ദർശിക്കുവാൻ കഴിയുന്നത്. എപ്രകാരം കർത്താവിനെ സേവിക്കണം എന്നറിയണ്ടേ? ഒന്നാമതായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിനെ സേവിക്കണം. രണ്ടാമതായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഈ രണ്ടുവിധ കാര്യാദികൾ ലഘുവായി വിശദീകരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ദൈവത്തെ സേവിക്കണം. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാം ഉത്സാഹികളായിരുന്നു. ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മടിപിടിച്ച് കയ്യും കെട്ടി അലസന്മാരായിരുന്ന ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല. കർത്താവ് തിരഞ്ഞെടുത്തത് ഉത്സാഹത്തോടെ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെയായിരുന്നു. ഉദാഹരണത്തിന്, മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെയും വല കഴുകിക്കൊണ്ടിരുന്നവരെയും വല നന്നാക്കിക്കൊണ്ടിരുന്നവരെയും ഇങ്ങനെ തുടങ്ങി വിവിധമാകുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് ശിഷ്യരാക്കിയത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. കർത്താവിന് ആവശ്യം മടിപിടിച്ച് കയ്യും കെട്ടി അലസന്മാരായിരിക്കുന്നവരെയല്ല, മറിച്ച് ഉത്സാഹത്തോടെ ഉണർന്ന് പ്രവർത്തിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. ഈ ദിവസങ്ങളിൽ നാം ഉത്സാഹത്തോടെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും കർത്താവ് തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കുവാനിടയായിത്തീരും. ഇങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ദൈവത്തെ സേവിപ്പിൻ. പിശാചിൻ്റെ ആയുധ സാമഗ്രികളിൽ പെടുന്ന ഒന്നാണ് ഉത്സാഹത്തെ മടിപ്പിക്കുക എന്നത്. ഉദാഹരണത്തിന്, പാടുവാനുള്ള ഉത്സാഹത്തെ മടിപ്പിക്കുക, പ്രാർത്ഥിക്കുവാനുള്ള ഉത്സാഹത്തെ മടിപ്പിക്കുക, ആരാധനകളിൽ പങ്കെടുക്കുവാനുള്ള ഉത്സാഹത്തെ മടിപ്പിക്കുക, ദൈവനാമ മഹത്വത്തിനു വേണ്ടി കൊടുക്കുവാനുള്ള ഉത്സാഹത്തെ മടിപ്പിക്കുക, ദൈവികമാകുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ഉത്സാഹത്തെ മടിപ്പിക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുടങ്ങിയുള്ള പിശാചിൻ്റെ ആയുധ സാമഗ്രികളെ കണ്ടുണരുവാനും അതിജീവിക്കുവാനും കഴിയണം. ഇന്ന് പലർക്കും പിശാചിനെക്കുറിച്ചും പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും വളരെ നന്നായി അറിയാം. എങ്കിൽ തന്നെയും പിശാചിൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒരവസരത്തിൽ ഒരു കൂട്ടം കൊക്കുകൾ ഇപ്രകാരം ആർത്തലച്ചുകൊണ്ടിരുന്നു: വേടൻ വരും വലവിരിക്കും സൂക്ഷിക്കണം, വേടൻ വരും വലവിരിക്കും സൂക്ഷിക്കണം. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? കൊക്കുകൾ ഇടതടവില്ലാതെ ആർത്തലച്ചു കൊണ്ടിരുന്നത് പോലെ വേടൻ വന്നു, വല വിരിച്ചു. സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പുള്ളികളൊക്കെയും വേടൻ്റെ വലയിൽപ്പെട്ടു. വേടൻ ഒന്നുപോലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയപ്പെടുന്നത്, ഇന്ന് പലർക്കും പിശാചിനെക്കുറിച്ചും പിശാചിൻ്റെ ആയുധ സാമഗ്രികളെക്കുറിച്ചും നന്നായി അറിയാമെങ്കിൽ തന്നെയും പിശാചിൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ അറിവ് മാത്രം പോരാ, മറിച്ച് ദൈവശക്തിയും അനിവാര്യമായിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവശക്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ വിശ്വപ്രസിദ്ധനായ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. എപ്രകാരം കർത്താവിനെ സേവിക്കണം എന്നറിയണ്ടേ? രണ്ടാമതായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? കർത്താവിനെ സേവിക്കുവാനായി ഒരു ആവേശമുണ്ടായിരിക്കണം. ഒന്ന്
ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പാടാമെന്ന് പറയുമ്പോൾ പാടുവാനായൊരാവേശം, പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുവാനായൊരാവേശം, വായിക്കാമെന്ന് പറയുമ്പോൾ വായിക്കുവാനായൊരാവേശം, ദൈവനാമ മഹത്വത്തിനു വേണ്ടി കൊടുക്കാമെന്ന് പറയുമ്പോൾ കൊടുക്കുവാനായൊരാവേശം, ദൈവികമാകുന്ന ശുശ്രൂഷകളെ ചെയ്യുവാനുള്ള ഒരു ആവേശം, ഇങ്ങനെ തുടങ്ങി ആവേശത്തോടുകൂടെ നാം ദൈവത്തെ സേവിക്കുവാൻ തയ്യാറാകണം. നാം ആവേശത്തോടുകൂടെ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി തീരും. ഇങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? നാം നമ്മുടെ സമയം കൊണ്ട് കർത്താവിനെ മാനിച്ചാൽ കർത്താവ് നമ്മെ മാനിക്കും. നാം നമ്മുടെ കഴിവ് കൊണ്ട് കർത്താവിനെ മാനിച്ചാൽ കർത്താവ് നമ്മെ മാനിക്കും. നാം നമ്മുടെ നന്മകൾ കൊണ്ട് കർത്താവിനെ മാനിച്ചാൽ കർത്താവ് നമ്മെ മാനിക്കും. കാരണം ദൈവം ആർക്കും കടക്കാരനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പാട്ടുകാരൻ ഇപ്രകാരം പാടി, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.